മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മളിന്ന് എത്രാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാണിച്ചു തരാം. 3:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ജൂലിമോളെ കണ്ട് അതും കൂടെ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ടേബിളിൻ്റെ പുറത്ത് എല്ലാം എടുത്ത് വെച്ച് മക്കളെ വിളിച്ചുകൊണ്ട് വന്ന് അവർ ഉറക്കം തൂങ്ങി എൻ്റെ പൊന്നു മക്കളെ കഴിക്കുകയാണ്, ഒരു രക്ഷയില്ല. അതിന് ശേഷം നിസ്കരിക്കാൻ പോയി. സുബഹിയൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങിയതിന് ശേഷം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അവർക്ക് പഠിത്തമൊന്നുമില്ല, എല്ലാവരും ഇന്ന് കിടന്ന് ഉറക്കമാണ്. പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാൽ എടുത്തുകൊണ്ട് വെക്കുകയാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് പാത്രം വെച്ചാൽ മതി, പാലുകാരൻ പാല് ഒഴിച്ചു വെച്ചിട്ട് പോയിക്കോളും. പിന്നെ ഞാൻ റൂമിലോട്ട് പോയപ്പം രണ്ടുപേരും എഴുന്നേറ്റില്ല, ഉറക്കമാണ് കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് താമസിച്ചേ എഴുന്നേക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ നടുക്ക് കിടക്കുന്ന ആരാന്ന് നോക്കിയാൽ ജൂലിമോൾ. ഞാൻ അത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളിന്ന് സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം. അക്കൂട്ടൻ്റെ ഐറ്റമാണ്. അക്കൂട്ടനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഐഡിയ അക്കൂട്ടൻ്റെ ആണ്. അത് കാരണം അക്കൂട്ടനാണ് ഇന്ന് ഫുൾ ഉണ്ടാക്കുന്നത്. ഞാൻ അക്കൂട്ടൻ്റെ കൂടെ ഹെൽപ്പിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ മുട്ടയൊക്കെ എടുത്ത് ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടറ്റോ ഒക്കെ ഞങ്ങളെടുത്ത് കുക്കറിലിട്ട് 2 ഫിസിലടിപ്പിക്കുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീമായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ്. പിന്നെ എഗ്ഗൊക്കെ ബോയിൽ ചെയ്യാൻ ഇട്ടു. അപ്പോൾ അക്കൂട്ടനാണെങ്കിൽ ഒനിയനൊക്കെ കട്ട് ചെയ്യാണ്. എന്നോട് പറഞ്ഞു ഞാൻ കട്ട് ചെയ്യാം, ഉമ്മി വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞത്. അത് കാരണമാണ്. അങ്ങനെ ഒനിയനൊക്കെ പൊട്ടറ്റോ ഒക്കെ ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഞാനൊന്ന് ഉലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂടായതുകൊണ്ട് അക്കൂട്ടൻ്റെ കൈ പൊള്ളത്തില്ല, അത് കാരണം ഞാൻ ഉലിച്ചു തരാമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാനെല്ലാം ഉലിച്ചു കൊടുത്തു. പിന്നെ അക്കൂട്ടൻ തന്നെ അത് ഉടച്ചെടുക്കുകയാണ് സ്പൂൺ വെച്ച്. അങ്ങനെ നന്നായിട്ട് അക്കൂട്ടൻ ഉടച്ചെടുത്ത്. ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവന് സ്വന്തമായിട്ടെല്ലാം ചെയ്യണം, ഞാൻ വീഡിയോ എടുക്കണം. അതിന് വേണ്ടി ഞാൻ പിന്നെ പറഞ്ഞെന്നാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൻ സ്വന്തമായിട്ട് അവൻ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നൊരു ഐറ്റമാണ് കേട്ടോ. എവിടുന്നോ കണ്ടുപിടിച്ചുകൊണ്ട് വന്നേ. പിന്നെ ഒനിയനും കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട്. അങ്ങനെ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്, കാരണം ഭയങ്കര ചൂടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം അവൻ്റെ ഇതായിട്ട് അവൻ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, ചിക്കൻ മസാല. അത് ചുമ്മാ ചിക്കൻ മസാല ഒന്നും ഇടേണ്ട കാര്യമില്ല, ഞങ്ങൾ ചുമ്മാ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടി ചിക്കൻ മസാല ഇട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ചില്ലി പൗഡർ ഇടുന്നുണ്ട്, എരിവിനനുസരിച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊച്ചു പിള്ളേരല്ലേ കഴിക്കുന്നത്, അത് കാരണമാണ് ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ അവൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡിനകത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തു ചെറിയ ചെറിയ പീസായിട്ട്. പിന്നീട് പാലിനകത്ത് മുക്കിയിട്ട് ഞങ്ങൾ ബ്രെഡിൻ്റെ പൊടിയും മുക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അത് അങ്ങനെ അക്കൂട്ടൻ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ബോയിൽഡ് എഗ് എടുത്തത് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ സ്നാക്സ്. അപ്പോൾ ഒരു ഐറ്റംസിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് എഗ്ഗും കൂടെ ബോയിൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേണമെങ്കിൽ നമുക്ക് ചിക്കനും ഇട്ട് കൊടുക്കാവേ. ഞങ്ങൾ എഗ്ഗ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു. അതിനുശേഷം അക്കൂട്ടൻ പിന്നെ ഈ ഇത് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻവെർട്ടർ കൊണ്ട് ഞങ്ങളുടെ മിക്സി വർക്കാവുന്നില്ല, അത് കാരണം അക്കൂട്ടൻ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുക. ഇന്നിവിടെ പവർ കട്ടാണേ. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സ്പൂണിനകത്ത് എടുത്തെടുത്ത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഈ ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസാക്കിയത്. പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കറുമുറ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ മുക്കിയതുകൊണ്ട് നല്ല ഒരു ക്രിസ്പി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഈ ബോൾ എനിക്ക് ഉടഞ്ഞു പോകുന്നൊരു പേടിയുണ്ടായിരുന്നു, കിഴങ്ങല്ലേ. അപ്പോൾ പിന്നെ ഉടഞ്ഞു പോയില്ല, ഞാൻ പതുക്കെ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കി. അപ്പോൾ 2 സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഐറ്റമാണ് കേട്ടോ. അടിപൊളി, അക്കൂട്ടൻ്റെ അടിപൊളി. പക്ഷെ അക്കൂട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പാത്രം നോക്കിയേ, ആ കിച്ചൺ മൊത്തം എത്ര പ്ലേറ്റ് എടുത്തേക്കുന്നത് നോക്കിയേ അക്കൂട്ടൻ. അപ്പോൾ അക്കൂട്ടൻ പറഞ്ഞു ഞാൻ തന്നെ വാഷ് ചെയ്ത് തരാമെന്ന്. പിന്നെ ഞങ്ങൾ കടന്നൊന്നും ഉണ്ടാക്കുന്നില്ല, എനിക്ക് അങ്ങ് തലവേദന ആയത് കാരണം ഞങ്ങളിന്ന് പാല് തിളപ്പിക്കാൻ വെച്ചു. കടല കുക്കറിലിട്ട് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് വെച്ചു. മസ്ക് മിലനും ഗ്രേപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർ മിലൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. വേറെ വാട്ടർ മിലനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, പുതിയതിപ്പം കിച്ചു പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ സ്നാക്സ് ഒക്കെ എടുത്തു വെച്ച്, ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്നാക്സ് ആണ്. പിന്നെ നന്നാരി സർബത്ത് എടുത്തു വെച്ചു. മക്കൾക്ക് ഇന്ന് നന്നാരി സർബത്ത് മതിയെന്ന് പറഞ്ഞ് കസകസൊക്കെ ഇട്ട് പിന്നെ അതൊക്കെ ഒഴിച്ച് ഞാൻ എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് എനിക്ക് ഭയങ്കര തലവേദനയാണ് കേട്ടോ. അത് കാരണം ഇന്നൊന്നും ഉണ്ടാക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് അക്കൂട്ടൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് കേട്ടോ. എനിക്ക് ഒട്ടും വയ്യ, അത് കാരണമാണ്. പിന്നെ വീഡിയോ ഒക്കെ അവർ തന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നെയാണ് കേട്ടോ. അതാ ക്ലിയർ ഒന്നും ഇല്ലാത്തത് കേട്ടോ. പിന്നെ അതിനുശേഷം കിച്ചു ആണെങ്കിൽ ഷോപ്പിലോട്ട് പോവുകയാണ്. കിച്ചു റാപ്പിറ്റോ ബുക്ക് ചെയ്ത് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്ത് ഷോപ്പിൽ പോവുകയാണ്. പിന്നെ അതിനുശേഷം ഫാദിക്ക് ഞങ്ങൾ പുട്ടും കടലയാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. എനിക്കൊന്നും വയ്യാത്തത് കാരണം ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. പിന്നെ അവൻ പോവുകയെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിച്ചിട്ട് അവൻ പോവുകയാണ്. പിന്നെ അതിനുശേഷം അക്കൂട്ടനാണെങ്കിൽ ത്രാവി നിസ്കരിക്കാൻ പോവാണ്. അമ്മൂനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, എനിക്ക് വയ്യാത്ത
വയ്യാത്തത് കാരണം എന്നോട് കിടക്കുമായിരുന്നു. അവൻ പോയതിന് ശേഷം ഞാൻ പിന്നെ നമസ്കരിക്കാൻ പോയി. അപ്പോഴേക്കും അക്കു വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ദ്രാവിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞപ്പം അക്കു എനിക്ക് ചായയായിട്ട് വന്നിട്ടുണ്ട്. ചായ എന്തോ ഒരു സ്നാക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഒന്നിനും ഒരു മൂഡില്ലായിരുന്നു വീഡിയോ എടുക്കാൻ. അതിന് ശേഷം പിന്നെ അമ്മുവും കൊണ്ടുവരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മു പറയുന്നു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞതിനെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചാൽ കേട്ടോ. ഇന്ന് എൻ്റെ അക്കു എനിക്ക് ചെയ്തു തരുന്ന ജോലിയുണ്ട്. കഷ്ടം എനിക്ക് വയ്യാന്ന് പറഞ്ഞ് എന്നോട് കിടക്കുന്നത് കാരണം എനിക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി തരുവാണ് കേട്ടോ. പുട്ടാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അവൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. ഇത് അമ്മുവാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ കട്ടിലേക്ക് കിടക്കുവാണേ. അപ്പോൾ അമ്മു എന്നെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കടലക്കറി നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.